അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു DIY ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ അടുത്ത് കുറച്ച് വെറ്റ് കഷ്ണം തുണികളും വേണ്ടാത്ത കുറച്ച് തുണികളൊക്കെ ഉണ്ട്. നമ്മുടെ അടിച്ചിട്ടൊക്കെ ബാക്കി വരുന്ന തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തുണികൾ വെച്ചിട്ട് നമ്മൾ ഒരു മാറ്റ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്, ഒരു കാർപ്പറ്റ് അഥവാ ചവിട്ടി. അപ്പോൾ അത് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത തുണികൾ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇത്രയും വെട്ട് കഷ്ണം തുണികൾ അഥവാ പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു മാറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്നും ഞാൻ ഇതേപോലെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ നാളായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നത്. അതിൻ്റെ മേലെ 14 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചതുരത്തിലുള്ള ഒരു പീസ് ഞാൻ കടലാസിൽ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു മടക്കി വെച്ച ആ ഒരു ക്ലോത്തിൻ്റെ മേലെയായിട്ട് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു സംഭവം, അതായത് ആ ഒരു കടലാസ് ഉണ്ടല്ലോ 14 സെൻറ്റിമീറ്ററിൻ്റെ സമചതുരായിരിക്കണം. അപ്പോൾ അതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുണികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ 14 സെൻറ്റിമീറ്റർ, അപ്പോൾ നമുക്ക് സെയിം ആയിട്ടുള്ള എല്ലാ ക്ലോത്തും നമുക്ക് സെയിം അളവ് തന്നെ കിട്ടും. പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് തുണികളൊക്കെ തെന്നി മാറിയിട്ട് അളവൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ റിസ്ക് അല്ലേ. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡല്ലേ. ഇതിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഒരൊറ്റ കട്ടിങ്ങിന് തന്നെ നമ്മൾ എത്ര തവണ ആ ഒരു തുണി മടക്കുന്നതോ അത്രയും തുണി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ എൻ്റെ കത്രികയ്ക്ക് ചെറിയ രീതിയിൽ മുറിച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെയും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മുറിച്ചുള്ള കത്രികയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് 4 വശങ്ങളും ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരേ അളവ് കിട്ടാനും അതേപോലെ തന്നെ ഒറ്റ വെട്ടിന് തന്നെ ഒത്തിരി പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലും വലിയ മെത്തേഡ് എൻ്റെ അറിവിലില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇതിൽ കൂടുതൽ പിന്നെ ഏതെങ്കിലും നല്ലൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ, അതായത് ഒരുമിച്ച് തന്നെ ഇതെല്ലാം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും നല്ല ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ തുണികളും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തവണ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഓരോ പീസും വീഡിയോയിൽ കാണുന്നത് പോലെ ത്രികോണ ഒന്ന് മടക്കി കൊടുക്കണം. 2 തവണ കോണാക്കിയിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ത്രികോണത്തിൻ്റെ രീതിയിൽ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഓരോന്നും ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നൂല് വിട്ടിട്ടാണ് നമ്മൾ അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇത് ഓരോരോ ത്രികോണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് ഉണ്ട് ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അത് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു മാല പോലെ കുറേ ഇങ്ങനെ കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോരോ ത്രികോണങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നോരോന്ന് കട്ട് ചെയ്യാൻ ലൈസിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ അവിടെ കുറച്ച് നൂല് വിട്ടിട്ട് തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിയൊരു പീസ് തുണിയാണ്. ഇതേപോലെ ഒരു തുണി, അതായത് നമുക്ക് എത്ര നീളവും വീതിയും വേണോ കാർപ്പറ്റിന് അത്രയും വലുപ്പത്തിലൊരു തുണിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചിൻ്റെ വീതിയും അതേപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 26 ഇഞ്ച്. അപ്പോൾ ഇത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചില ആൾക്ക് വലിയ കാർപ്പറ്റാണ് വേണ്ടത്, അങ്ങനെ എടുക്കാം. അപ്പോൾ എനിക്ക് എന്താണ് ചെറിയൊരു കാർപ്പറ്റായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ അത് വെട്ടി വെച്ചു. പിന്നീട് നമ്മൾ ആ ഒരു ത്രികോണം ഉണ്ടല്ലോ, അത് ഇത്രയും ഷേപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇത്രയും തുണികളുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ത്രികോണങ്ങളും നമ്മുടെ വലിയ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരെണ്ണം അതിൻ്റെ മേലെയായിട്ട് ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു ഇഞ്ച് നമ്മൾ ജസ്റ്റ് വിടണം. ആ ഒരു തുണി നമുക്ക് ലാസ്റ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സ്പേസ് വിട്ടിട്ട് അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ത്രികോണങ്ങളും ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നിര കഴിഞ്ഞു, പിന്നെ അടുത്ത നിരയിലേക്കാണ്, അതായത് നമ്മൾ ആദ്യം അടിച്ചതില്ല അത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ വരുന്നൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, അതായത് 2 ത്രികോണങ്ങളിൽ അതിൻ്റെ ഇടയിൽ വരുന്നൊരു സ്പേസ്, ആ ഒരു സ്പേസിൽ വെച്ചിട്ട് നമ്മൾ ഓരോരു കോണുകളും ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ നിരയിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് അടിക്കുന്ന ടൈമിൽ ഒരൊറ്റ അടിപ്പ് മാത്രമേ അടിക്കുന്നുള്ളൂ, കാരണം ആദ്യം നമ്മളൊരു അടിപ്പ് ആ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിന് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടിക്കുന്നു. അങ്ങനെ ഓരോ അടിപ്പ് മാത്രമേ കേട്ടോ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഓരോ നിരയിലും നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ആദ്യം നമ്മൾ ചെയ്തത് മേലോട്ടേക്ക് മടക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് അടിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് അതേപോലെ തന്നെ അടിച്ചെടുക്കാൻ. അപ്പോൾ അതായത് ഇത്രയും 3/4 കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ആ ഒരു അറ്റം വരെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ നിരയായിട്ടും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഒരു 25-30 രൂപയ്ക്കൊക്കെ അത്രയും ലോക്കൽ പൈസക്ക് പോലും ചവിട്ടികളൊക്കെ കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എങ്കിലും നമ്മൾ ഇതേപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ അത്ര വരില്ലല്ലോ അത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി പേർക്ക് ഇതേപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലൊരാളാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ അതും നമ്മൾ വേസ്റ്റായ തുണികൾ കൊണ്ടാണല്ലോ ചെയ്യുന്നത്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് അതടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ത്രികോണങ്ങൾ മുഴുവനായിട്ട് ഈ ഒരു ഇതിലേക്ക് അടിച്ചു കൊടുത്തപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്കിതിന് കുറച്ച് ഫിനിഷിംഗ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പം നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ പോലും നല്ല ഫിനിഷിംഗ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മടക്കി അടിച്ചു കൊടുക്കണം. മേലത്തെയും താഴത്തെയും ഭാഗം നമ്മൾ 1 ഇഞ്ച് മുകളിലും പിന്നെ താഴെയും 1 ഇഞ്ചോളം വിട്ടിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് കൂടുതലുണ്ട് താഴെ വിട്ടത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ മേലത്തെ ആ ഒരു ഭാഗമാണ് ആദ്യം തന്നെ മടക്കി കൊടുക്കുന്നത്. അപ്പം ആ ഒരു കട്ടിങ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല രീതിയിലായിരുന്നു നൂല് ഇളകിയിട്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ ആ ഒരു അടിഭാഗം കൂടെ നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിയിൽ മുകളിലായിട്ട് നമ്മൾ മടക്കി അടിച്ചില്ല, ആ ഒരു സംഭവത്തിന് നമ്മൾ 2 സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേതിനൊക്കെ നമ്മൾ 2 സ്റ്റിച്ച് 2 രീതിയിൽ കൊടുത്തതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ അടിയിലത്തെ ഭാഗത്തിനും മുകളിലത്തെ ഭാഗത്തിനും അതേപോലെ തന്നെ സൈഡിൽ 2 ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതും അവിടെയും നമ്മൾ തുണി വെച്ചിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സൈഡിൽ 2 ഭാഗത്തും നമ്മൾ തുണി വിട്ടിട്ടില്ലല്ലോ, താഴെ മുകളിലേ വിട്ടിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഭാഗങ്ങൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, 4 വശങ്ങളിലായിട്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബാക്കി വന്ന 2 വശങ്ങളുണ്ടല്ലോ അതിനും കൂടെ ഒരു ഫിനിഷിങ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത്, അതായത് നമുക്ക് ആ ഒരു കാർപ്പറ്റ് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്തിൽ ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീതിയിൽ നിന്ന് പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ഇഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ നമുക്ക് എത്ര ആവശ്യമുള്ള ലെങ്ത്ത് എടുത്തിട്ട് ഇതേപോലെ ഒരടിപ്പ് കൊടുത്തു. ഫസ്റ്റ് അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരടിപ്പ് കൊടുത്തു. പിന്നെ അതൊക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ബാക്കിലത്തെ ആ ഒരു വശം ഇങ്ങനെ ചേർത്തടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വശങ്ങളും നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു അടിയിലത്തെ ആ ഒരു കീറ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ അളന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് നമ്മൾ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി അടിയിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ അവിടെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ 2 വശങ്ങളിലും. മറ്റേ വശങ്ങളിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഉള്ളിലത്തെ ആ ഒരു വശങ്ങളൊക്കെ മടക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തു. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചവിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാർപ്പറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണ്ടാത്ത തുണികളും ഞാൻ വെട്രേഷൻ തുണി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചിൻ്റെ അടുത്ത് വേണ്ടാത്ത തുണികളും ഉണ്ടായിരുന്നു കേട്ടോ. വെട്രേഷൻ തുണികളും അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ക്ലോത്തൊക്കെ ചിലരുടെ വീട്ടിൽ ഇതേപോലെ വെറുതെ കളയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.